Hi all, welcome back to another class. States of Matterലെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. 2 പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം 3ാമത്തെ പാർട്ട് കാണാം. ഈ ഒരു പാർട്ടിലൂടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലുള്ള ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. ഗ്യാസ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ഗ്യാസ് ലോസ് ഡിസ്കസ്ഡ് സോ ഫാർ based on experimental observation. They were not based on theory. In order to explain the general behavior of gas, Maxwell, Boltzmann and others put forward a theoretical model of the gas. This is known as kinetic molecular theory of gas. ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ്റെ ബേസിസിൽ പറഞ്ഞതാണ്. ദേ വർ നോട്ട് ബേസ്ഡ് ഓൺ എനി തിയറി. ഓക്കെ, ഇന്ന് നമുക്ക് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ പറയുന്ന പോസ്റ്റ്ലൈറ്റ്സ്, വിച്ച് ആർ ദ പോസ്റ്റ്ലൈറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. ഈ ഓരോ പോയിന്റും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. 1ാമത്തെ പോയിന്റ്, എല്ലാ ഗ്യാസസിലും every gases contain a large number of minute and elastic particles. Every gas, all gases are made up of large number of extremely small particles. എല്ലാ ഗ്യാസസിലും നിർമ്മിച്ചിട്ടുള്ളത് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് എവരി ഗ്യാസ് മെയ്ഡ് ചെയ്തിട്ട്. ആ പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് മോളിക്യൂൾസ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ ആക്ച്വൽ വോള്യൂം ഓഫ് ദ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി വോള്യൂം ഓഫ് ദി ടോട്ടൽ വോള്യൂം ഓഫ് ദി ഗ്യാസ്. അതായത് നമ്മൾ പറഞ്ഞു എവരി ഗ്യാസിൽ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ബൈ ലാർജ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ വോള്യൂം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോള്യൂം ഓഫ് ദി ഗ്യാസ്. ഗ്യാസിൻ്റെ ടോട്ടൽ വോള്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ വോള്യൂം ഓഫ് ദി മോളിക്യൂൾ, ആക്ച്വൽ വോള്യൂം ഓഫ് ദ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് പാർട്ടിക്കിൾ. അതുകൊണ്ട് തന്നെ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ കോൺസ്റ്റന്റ് and random motion in straight line. ഈ മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് റാപ്പിഡ് മോഷൻ നടത്തുന്നു ഓൾ ഡയറക്ഷനിൽ. ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ കോൺസ്റ്റന്റ് ആൻഡ് റാൻഡം മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഡ്യൂറിങ് ദിസ് മോഷൻ, ഇങ്ങനെ റാപ്പിഡ് മോഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. എന്താ പറഞ്ഞത്? മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഗ്യാസിൽ മോളിക്യൂൾസ് ഉണ്ട്, ലാർജ് നമ്പർ മോളിക്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസ് കണ്ടിന്യൂസ് റാപ്പിഡ് മോഷൻ എല്ലാ ഡയറക്ഷനിലേക്കും നടത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മോഷൻ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. അത് തമ്മിലും കൊളൈഡ് ചെയ്യുന്നു. അത് എന്തിലാണോ എടുത്തിട്ടുള്ളത് ആ കണ്ടെയ്നറിൻ്റെ വാളിലും എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡ്യൂ ടു ദ വാൾ കൊളീഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. നമ്മൾ ഗ്യാസിന് നിങ്ങൾക്കറിയാം പ്രഷർ ഉണ്ട് അല്ലേ? എന്താ അതിൻ്റെ കാരണം എന്ന് പറയുന്നു? ഈ നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് വാളിലും കൊളൈഡ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് ഗ്യാസിന് പ്രഷർ ഉണ്ടാവാനുള്ള കാരണം. ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡ്യൂ ടു ദി വാൾ കൊളീഷൻ ഓഫ് ദി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ബൊംബാർഡ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഓൺ ദ വാൾ ഓഫ് ദി കണ്ടെയ്നർ. ബൊംബാർഡ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിലാണോ ആ ഗ്യാസ് എടുത്തിട്ടുള്ളത്, ആ ഗ്യാസിൻ്റെ കണ്ടെയ്നറിലും പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഗ്യാസിന് എന്തിനുള്ള കഴിവുള്ളത്? പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുള്ളത്. ഓക്കെ, all collision are perfectly elastic. Molecular collision are perfectly elastic. എന്താ അങ്ങനെ പറഞ്ഞാൽ? There is no net loss or gain of energy in their collision. That is, the total energy of the particle before and after collision remains same. എന്താ അങ്ങനെ പറഞ്ഞാൽ? അവിടെ എനർജി ലോസ് ചെയ്യുന്നില്ല, ഗെയിൻ ചെയ്യുന്നില്ല. അതെന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. Perfectly elastic ആണ്. At any particular time, different particles of a gas have different speed and hence different kinetic energy. Particular ടൈമിൽ different particles of gas have different speed ആയിരിക്കും. അതുകൊണ്ട് തന്നെ different kinetic energy ആയിരിക്കും. The average kinetic energy of glass molecule is directly proportional to absolute temperature. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇത്രയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിലുള്ള പോസ്റ്റ്ലൈഡ്സ് പറയുന്നത്. എന്തൊക്കെയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ പറയുന്നത്? ഞാൻ ഒന്നിച്ചൊന്ന് പറയാം. എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ ഗ്യാസിലും ലാർജ് നമ്പർ എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്, അതായത് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഈ മോളിക്യൂൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ആക്ച്വൽ വോള്യം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് കമ്പയർഡ് ടു ടോട്ടൽ വോള്യം. ഈ മോളിക്യൂൾസ് അതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് റാപ്പിഡ് മോഷൻ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസ് തമ്മിലും കൊളൈഡ് ചെയ്യുന്നു. മോളിക്യൂൾസ് ഏത് കണ്ടെയ്നറിലാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ വാളിലും പോയിട്ട് കൊളൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഗ്യാസിന് എന്ത് എക്സേർട്ട് ചെയ്യുന്നത്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. കൊളീഷൻ എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ആണ്. അതായത് അവിടെ എനർജി ലോസ് ചെയ്യുന്നില്ല, എനർജി ഗെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് ഗ്യാസ് മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എത്രയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ പോയിന്റ്സും കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലൈൻ അല്ലെങ്കിൽ വിച്ച് ആർ ദ പോസ്റ്റ്ലൈഡ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ്, ഇങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഫോക്കസ് ഏരിയയാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ലാസ്റ്റ് ഫോക്കസ് ഏരിയയാണ് ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. Deviation of real gases from ideal behavior. None of the real gases obey the equation PV is equal to nRT at all temperature and pressure. അതായത് ഈ ഗ്യാസ് വിച്ച് ഒബേ ജനറൽ ഗ്യാസിക്കേഷൻ, എന്താ ഗ്യാസിക്കേഷൻ? PV is equal to nRT എന്നുള്ള ഗ്യാസിക്കേഷനെ ഒബേ ചെയ്യുന്ന, ഓൾ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഗ്യാസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസിക്കേഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്നാൽ there is no gas which obey the gasification under all condition of temperature and pressure. Hence the concept of ideal gas is only theoretical. ഐഡിയൽ ഗ്യാസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓൺലി തിയററ്റിക്കൽ ആണ്. None of the real gases obey the equation PV is equal to nRT at all temperature and pressure. No gas
നോ ഗ്യാസ് വിച്ച് ഒബേ റിയൽ ഗ്യാസിഫിക്കേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിയൽ ഗ്യാസ് ഒബേ ചെയ്യും എന്നുള്ള ആ കൺസെപ്റ്റ് ഓൺലി തിയററ്റിക്കലാണ്. റിയൽ ഗ്യാസ് ഒബേ ദ ഗ്യാസ് ലോ ഓൺലി അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ആക്ച്വൽ ഗ്യാസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ അല്ലെങ്കിൽ ഒബേ ദ ഗ്യാസ് ലോ ഓൺലി എപ്പോൾ മാത്രമാണ്? ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലുമാണ് റിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒബേ ചെയ്യുന്നില്ല. ആ ഒരു കൺസെപ്റ്റ് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. റിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഈ ഒരു കണ്ടീഷൻ ഓർക്കണം. റിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടീഷൻ എപ്പോഴാണ്? ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലുമാണ്. The deviation of real gas from ideal behavior can be expressed in terms of compressibility factor. Real gas ideal behavior എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ടേമിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണെന്ത്? കംപ്രസിബിലിറ്റി ഫാക്ടർ. Compressibility factor Z. The deviation of real gas from ideal behavior can be expressed in terms of compressibility factor Z. Z is equal to PV by nRT. PV by nRT is equal to 1. That is Z is equal to 1. For ideal gas, Z is equal to 1 at all temperature and pressure. ഇനി ബട്ട് ഫോർ റിയൽ ഗ്യാസ്, ഇത് ഏതിൻ്റെ കേസാണ്? ഫോർ ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ Z is equal to 1. അപ്പോൾ PV by nRT is equal to 1. But for real gas, Z not equal to 1. This means that the real gas deviate from ideal behavior. എന്ന് മീൻ ചെയ്യുന്നത് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഡീവിയേഷൻ, റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്ന ഐഡിയൽ ബിഹേവിയറിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് എന്ത്? Z. Z is the compressibility factor. It is equal to PV by nRT. Ideal ഗ്യാസിൻ്റെ കേസിൽ Z is equal to 1 at all temperature and pressure. ഓക്കെ, ഇനി എന്താണ് ഇങ്ങനെ ഡീവിയേഷൻ നടക്കാനുള്ള കാരണം? കോസസ് ഓഫ് ഡീവിയേഷൻ. റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഡ്യൂ ടു two faulty assumption made in kinetic theory of gases. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷനാണ് what is the cause of deviation from ideal behavior. The cause of deviation of real gas from ideal behavior. എന്താണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം? അതിൻ്റെ കാരണം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലുള്ള 2 ഫോൾട്ടി അസംഷനാണ് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം. എന്തൊക്കെയാണ് ആ 2 ഫോൾട്ടി അസംഷൻസ്? കൈനറ്റിക് തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലുള്ള 2 ഫോൾട്ടി അസംഷൻസ് ആണ്. ഒന്ന്, ആക്ച്വൽ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി എൻ്റയർ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദി ഗ്യാസ് എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ദർ ആർ നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. ഈ 2 ഫോൾട്ടി അസംഷനാണ് എന്ത്? റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ എന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം. ദ ഫോൾട്ടി അസംഷൻസ് ഏതാണൊക്കെയാണ്? ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എമംഗ് ദ മോളിക്യൂൾ ആർ നെഗ്ലിജിബിൾ എന്നും പറഞ്ഞിരുന്നു. ഈ 2 കാരണങ്ങളാണ്, ഈ 2 ഫോൾട്ടി അസംഷനാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇനി
These two assumptions are not valid at high pressure and low temperature. ഈ രണ്ട് അസംഷൻസ് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും വാലിഡ് ആവുന്നില്ല. ദീസ് ന്യൂ assumptions are not valid at high pressure and low temperature. High pressure and low temperature, the actual volume occupied by the particle cannot be neglected. High pressure lum low temperature lum actual volume എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ദ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ അവിടെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് വെരി സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫോർ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമാണ് റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത്, ഡീവിയേറ്റ് ഐഡിയൽ ബിഹേവിയർ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആകുമ്പോഴാണ്. ഈ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറിലും. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ്. Maxwell Boltzmann distribution of molecular speed. According to kinetic molecular theory of gas, the molecules of gas are in continuous random motion and they collide with each other. Already നമ്മൾ പറഞ്ഞു അല്ലേ? So the speed and kinetic energy of the molecule are different at any particular time. Speed അല്ലെങ്കിൽ kinetic energy of the molecules are different at any particular time. Thus we can obtain only average value of speed of molecule. സ്പീഡ് എല്ലായ്പ്പോഴും എന്താവണമെന്നില്ല, എല്ലാ ടൈമിലും ഒരുപോലെ ആവണം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ആവറേജ് വാല്യൂ ഓഫ് സ്പീഡ് ഓഫ് മോളിക്യൂൾ. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ്, ഈ മോളിക്യൂളിൻ്റെ സ്പീഡ് ഫസ്റ്റ് സ്റ്റഡി നടത്തിയത് മാക്സ്വെല്ലും ബോൾട്സ്മാനുമാണ് ബൈ അപ്ലൈയിങ് ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ്. അതിന് പറയുന്ന പേരാണ് എന്ത്, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഒരു ഗ്രാഫ്, എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് ഡിഫറെൻറ്റ് സ്പീഡ് അഗെയിൻസ്റ്റ് മോളിക്കുലാർ സ്പീഡ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളും മോളിക്കുലാർ സ്പീഡും തമ്മിൽ ഗ്രാഫ് വരച്ചു. ഓക്കെ, ഈ ഗ്രാഫ് മോളിക്കുലാർ മാക്സ്വെല് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഹാവിങ് ഡിഫറെൻറ്റ് സ്പീഡ് അഗെയിൻസ്റ്റ് മോളിക്കുലാർ സ്പീഡ്. ഈ സ്പീഡിൽ നിങ്ങൾ കണ്ടു UMP, UAV, URMS എന്ന് കണ്ടു. എന്താണതെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലാർ സ്പീഡാണ്. ആദ്യം ആവറേജ് സ്പീഡ്. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് നോക്കാം. UAV എന്നാണ് ഇതിനെ കൊടുത്തത്, ആവറേജ് സ്പീഡിന്. അതായത് ഇറ്റ് ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഡ് ഓഫ് മോളിക്യൂൾ ഇൻ എ ഗിവൺ സാമ്പിൾ ഓഫ് ഗ്യാസ്. ഇറ്റ് ഈസ് ദ മീൻ അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾ ഓഫ് ഗ്യാസ്. ഇഫ് ദർ ആർ n മോളിക്യൂൾ ഓഫ് സാമ്പിൾ ആൻഡ് ഹാവിങ് ഇൻഡിവിജ്വൽ സ്പീഡ് U1, U2, U3 എക്സെട്ര UN ആണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ്, അതായത് U1 + U2 + U3 + എക്സെട്ര UN ഡിവൈഡഡ് ബൈ n മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ്. അതായത് ഇറ്റ്സ് ദ ആവറേജ് ഓഫ് സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾ ഓഫ് ഗ്യാസ്. ആവറേജ് ഓഫ് സ്പീഡ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾ ഓഫ് ഗ്യാസ്. ഓക്കെ, അത് കാണൽ ഇങ്ങനെയാണ്. ആവറേജ് സ്പീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആവറേജ് കാണുന്നത് നമ്മളിങ്ങനെയാണല്ലോ, എത്രയാണോ എന്താണോ കാണുന്നത് അതിൻ്റെ ടോട്ടലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്പീഡാണ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്, URMS.
It is the square root of mean of the squares of the speed of the molecule. It is the square root of, നോക്കൂ, square root of mean of the squares of the different speed of the gas molecule. It is given by URMS equal to U1 square plus U2 square plus U3 square plus etc. UN square by N. അത് റൂട്ടാണ്. നേരത്തെ സ്ക്വയർ ഇല്ലായിരുന്നു, റൂട്ട് ഇല്ലായിരുന്നു അല്ലേ? നേരത്തെ ആവറേജ് സ്പീഡ് എടുത്തപ്പോൾ സ്ക്വയറും ഇല്ല, റൂട്ടും ഇല്ല. ഇവിടെ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡിഫറെൻറ്റ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? RMS സ്പീഡ്. ഇനി മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, ഇതിനെ UMS എന്ന് പറയും. എന്താണ്? ഇറ്റ് ഈസ് ദ സ്പീഡ് പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഇറ്റ് ഈസ് ദ സ്പീഡ് പൊസസ്ഡ് ബൈ maximum number of molecule. This is the speed possessed by maximum number of gas molecule. Maximum in the curve represent the speed possessed by maximum number of molecule. The three type of molecular speed are related by URMS, U average, UAMP. ഇങ്ങനെയാണ് അതിൻ്റെ മോളിക്കുലർ സ്പീഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നിൻ്റെയും റിലേഷനാണ് ഇത്, റേഷ്യോ ഇങ്ങനെയാണ്. ഇതൊന്നും പഠിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ജസ്റ്റ് ഈ 3 ടൈപ്പ് സ്പീഡ് എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? എനിക്ക് അതിൽ വന്ന ഒരു ടേമാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിൻ്റ്. 2 മാർക്കിൽ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിൻ്റ്? The temperature at which real gas obey ideal gas law over an appreciable range of pressure is called boil temperature അല്ലെങ്കിൽ boil point. The temperature at which real gas behave like an ideal gas over an appreciable pressure range is called boil temperature അല്ലെങ്കിൽ boil point. Real gas behave like an ideal gas over an appreciable pressure range. അപ്പോൾ ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിൽ പോയിൻ്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ. ഒരു ഗ്യാസിൻ്റെ ബോയിൽ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാസിൻ്റെ നാച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ബോയിൽ ടെമ്പറേച്ചർ ഓഫ് നൈട്രജൻ്റെ ബോയിൽ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 323 ആണ്. എന്നാൽ ഹൈഡ്രജൻ്റെ നോക്കുകയാണെങ്കിൽ 108 കെൽവിനാണ്. അതായത് ബോയിൽ പോയിൻ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നാച്ചർ ഓഫ് ദി ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബോയിൽ പോയിൻ്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വെച്ച് എപ്പോഴുള്ള ടെമ്പറേച്ചറാണ്? റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഓവർ ആൻ അപ്രീഷ്യബിൾ പ്രഷർ റേഞ്ച്. അപ്രീഷ്യബിൾ പ്രഷർ റേഞ്ച്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് 1873 വാൻ ഡെർ വാൾസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തു. ദിസ് മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വിച്ച് എക്സ്പ്ലെയിൻ ദ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഈ മോഡിഫൈഡ് ഇക്വേഷൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഈസ് നോൺ ആസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ കാണാതെ പഠിക്കണം, ചോദിക്കാറുണ്ട്. P plus AN square by V square into V minus NB equal to nRT. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എഴുതാൻ പഠിക്കുക. എന്താണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ? P plus AN square by V square into V minus NB is equal to nRT. പി എന്താണെന്ന് നിങ്ങൾക്കറിയാം, പ്രഷർ. ഇവിടെ അറിയാത്ത 2 ടേം എയും ബിയും ആണ് അല്ലേ? എയും ബിയും വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി ഗ്യാസസ്. വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നാച്ചർ ഓഫ് ദി ഗ്യാസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ പഠിക്കുക, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡിഫൈഡ് ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, വിച്ച് ഈസ് ദ മോഡിഫൈഡ് ഫോം ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ P plus AN square by V square into V minus NB equal to nRT. ലാസ്റ്റ് ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസസ്. ഗ്യാസസിൻ്റെ ലിക്വിഫിക്കേഷനാണ്.
A gas can be liquefied by applying low temperature and high pressure. ഈ ഗ്യാസ് എപ്പോഴാണ് ലിക്വിഫൈ ചെയ്യുന്നത്? ഒരു ഗ്യാസ് ലിക്വിഫൈ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഗ്യാസ് എന്ത് ചെയ്യുന്നത്? ലിക്വിഫൈ ചെയ്യുന്നത്. ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസ്. എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ ഓർക്കണം. ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമാണ് ഒരു ഗ്യാസ് എന്ത് ചെയ്യുന്നത്? ലിക്വിഫൈ ചെയ്യുന്നത്. അതിൽ 3 ടേംസ് എനിക്ക് പഠിക്കാനുണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോള്യം. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ദ ടെമ്പറേച്ചർ എബോ, ഈ ടെമ്പറേച്ചറിന് എബോ ആയാൽ which gas cannot be liquefied by application of pressure. ഒരു ടെമ്പറേച്ചറിന് എബോ ആയിക്കഴിഞ്ഞാൽ, ആ ടെമ്പറേച്ചറിൻ്റെ എബോ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് എന്ത് ചെയ്യുന്നില്ല? ലിക്വിഫൈ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് കൊടുത്താലും, പ്രഷർ അപ്ലൈ ചെയ്താലും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഒരു ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ എബോ which it cannot be liquefied by application of pressure. Critical pressure എന്ന് പറഞ്ഞാൽ the minimum pressure required to liquefy any gas at critical temperature. Critical temperatureൽ എടുക്കുന്ന ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മിനിമം പ്രഷറിനെ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നു. ക്രിട്ടിക്കൽ വോള്യം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും അതുപോലെ ക്രിട്ടിക്കൽ പ്രഷറിലും ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യത്തിനെയാണ് ക്രിട്ടിക്കൽ വോള്യം എന്ന് പറയുന്നത്. ടി സി, പി സി, വി സി 3 ടേമാണ്. ഈ 3 ടേമിന് ഒന്നിച്ച് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻ്റ് എന്ന്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോള്യം. ഈ 3 ടേം ഡെഫിനിഷൻ ഒന്ന് ഓർത്തു വെക്കണം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ദ ടെമ്പറേച്ചർ എബോ വിച്ച് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു ഗ്യാസ് ലിക്വിഫൈ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ വോള്യം എന്ന് പറഞ്ഞാൽ ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യത്തിനെയാണ് ക്രിട്ടിക്കൽ വോള്യം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എബോ ആയി കഴിഞ്ഞാൽ ഗ്യാസ് എന്താവില്ല? കനോട്ട് ബി ലിക്വിഫൈഡ്. ഓക്കെ, ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയകൾ. 3 പാർട്ട് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത്. ഈ 3 വീഡിയോസും കൃത്യമായി മനസ്സിലാക്കി പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി പഠിക്കുക. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലുള്ള എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.